മുസ്ലിം സഹോദരങ്ങൾ വഴിപിഴച്ചു പോയി. നഊദു ബില്ലാഹ്. അതുകൊണ്ടൊരു തിരിച്ചുവരൽ അനിവാര്യമാണ്. അനാവശ്യമായ ഫസാദുകളിൽ നിന്ന് നിന്റെ നാവിനെ നീ ഒന്ന് സംരക്ഷിക്കണേ. ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കാൻ വരുന്നത് പോലും, ചില ആളുകൾ പള്ളിയിൽ സുബൈ നമസ്കരിക്കാൻ വരുന്നത് പോലും, നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി അന്യരാകുന്ന വ്യക്തികളെ കുറിച്ച്, അത് ആലിമാകട്ടെ മുത്തഅല്ലിമാകട്ടെ, നാട്ടിലുള്ള സജ്ജനങ്ങളെ കുറിച്ചാകട്ടെ, പാമരനെ കുറിച്ചാകട്ടെ, പണക്കാരനെ കുറിച്ചാകട്ടെ, പൊക്കമുള്ളവനെ കുറിച്ചാകട്ടെ, കുറുകിയനെ കുറിച്ചാവട്ടെ, വെളുത്തവനെ കുറിച്ചാവട്ടെ, കറുത്തവനെ കുറിച്ചാവട്ടെ, ഫനായി ഫസാദ് പറയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരുപാട് ആളുകളുണ്ട്. നമസ്കരിക്കലല്ലവന്റെ ലക്ഷ്യം. നമസ്കാരം കഴിഞ്ഞ കടയിൽ വന്നുകൊണ്ട് ഒരു ചായ കുടിച്ചുകൊണ്ട് 2 മണിക്കൂർ ഫനായി ഫസാദിലും ഏർപ്പെടലാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകവേ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, തഖല്ലലൂ, പല്ലുകുത്തണേ, പല്ലുകുത്തണേ. ഉടനെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഫഖാലൂ, ഉടനെ റസൂലുള്ളാഹിയോട് അനുയായികൾ പറയുകയാണ്, ഫവല്ലാഹി മാ തഇന്നല്ലോ മത്വാമാ, നബിയേ നബിയേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂതനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനില്ലയോ, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. നബിയെ, ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിക്കാത്ത, ഒന്നും ഭുജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുമ്പോ റസൂലുള്ളാഹി സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ ഇന്നി ലഅറാ ലഹ്മ ഫുലാനിൻ ബൈന ഫനായാകും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ, കാണുന്നുണ്ട് സാബ. അത് കുത്തിക്കളയാനാണ് പറഞ്ഞത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒമാനിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ശുഹദാക്കളുടേതാകുന്ന പട്ടികയിലേക്ക് നമുക്കൊന്ന് ചേരണ്ടയോ? ജീവിതമൊന്ന് സംശുദ്ധമാക്കണ്ടയോ? നമസ്കാരമൊത്ത് ചിട്ടവെക്കണ്ടയോ? നോമ്പുകളൊന്ന് നോറ്റുവീടണ്ടയോ? സകാത്തുകളൊന്ന് കൊടുത്തു വീരണ്ടയോ? ഹജ്ജുകളൊന്ന് ചെയ്തു വെക്കണ്ടയോ? പാപങ്ങളുടെ കണ്ണീരപ്പൊന്ന് ഒപ്പണ്ടയോ? നിരാലംബർക്ക് അവലംബമാകണ്ടയോ? നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കണ്ടയോ? സാലിഹീങ്ങളോടൊപ്പം ഒന്ന് ചേരണ്ടയോ? സലഫു സാലിഹീങ്ങളെ കാണിച്ചു തന്ന മഹിതമാകുന്ന ആദർശത്തിന്റെ വഴിത്താരയിലൂടെ നമുക്കൊന്ന് നടന്നു നീങ്ങണ്ടയോ? എന്ത് വേണം സഹോദര, എന്ത് വേണം സഹോദരി? നിന്റെ നാവൊന്ന് നന്നാക്കണം, നിന്റെ ശരീരം ഒന്ന് സംശുദ്ധമാക്കണം. കൊറോണ എന്ന വൈറസ് ബാധയെ തൊട്ട് നിനക്ക് തടുക്കാൻ സാധിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, തൗബ ചെയ്തുകൊണ്ടൊരു പുതുവിശ്വാസിയെ പോലെ, ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ സംശുദ്ധനായി തീരാൻ അല്ലാഹുവിലേക്ക് നീ ഒന്ന് തൗബ ചെയ്യണേ. പടച്ച റബ്ബിലേക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരുകയാണ്. മായുബികീക യാ ഉമറോ, എന്തിനാണ് ഉമറെ കരയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം ബകീതു ബിബുകാഇ റജുലിൻ യാ റസൂലല്ലാഹ്, ഇന്നാലിന്ന മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയ
പോയതാണ് റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു ചെറുപ്പക്കാരനാണോ കരയുന്നത് ആ മനുഷ്യനെ വിളിക്കാൻ പറയുകയാണ്. നബിയുടെ ചാരത്തേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോടായി ചോദിക്കുകയാണ്, എന്തിനാണ് നീ കരയുന്നത്? ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ ദംബി അഅലമു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പാപം വലുതാണ്, എന്റെ ദോഷത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. നബി തങ്ങൾ അവനോട് ചോദിക്കുകയാണ്, ദംബുക അഅലമു അമിൽ കുർസിയു. നിന്റെ പാപമാണോ വലുത്, അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? വല്ലാത്തൊരു ചോദ്യമാണ്. ഓമാനൂരുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാര്, ഒരു 10 മിനിറ്റ് ഒന്ന് കാതു കൊടുക്കണേ. അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വര്യനോട് ചോദിക്കുകയാണ്, ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ദംബുക അഅലമു അമിൽ കുർസിയോ. നിന്റെ പാപമാണോ വലുത്, അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ദംബി അഅലമു യാ റസൂലല്ലാഹ്. എന്റെ പാപമാണ് വലുത് റസൂലേ, അല്ലാഹുവിന്റെ കുർസിയിനേക്കാൾ എന്റെ പാപമാണ് വലുത് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കുകയാണ്, ദംബുക അഅലമു അമിൽ അർശൂ. നിന്റെ പാപമാണോ വലുത്, അല്ലാഹുവിന്റെ അർശാണോ വലുത്? ഉടനെ ആ മനുഷ്യൻ പറയുകയാണ്, ദംബി അഅലമു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ അർശിനേക്കാൾ എന്റെ പാപമാണ് വലുത് യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് നിന്റെ പാപം? പറയുന്നില്ല. നബി തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ദംബുക അഅലമു അമില്ലാ. നിന്റെ പാപമാണോ വലുത്, അല്ലാഹുവിന്റെ പാപമോചനമാണോ? യഅനി അഫ്വല്ലാഹ്. അല്ലാഹുവിന്റെ പാപമോചനമാണോ വലുത്? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലാഹയാണ് വലുത്, അല്ലാഹുവിന്റെ പാപമോചനമാണ് വലുത്. എന്നാൽ നിന്റെ പാപം എന്താണ് പറയടാ? അല്ലാഹുവിന്റെ റസൂലിനോട് ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, 10,000-ഓളം വരുന്ന സഹാബത്ത് സാക്ഷികളാണ്, സാക്ഷികളാണ്. നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, വല്ലാത്ത ദോഷമാണ്, വല്ലാത്ത പാപമാണ് ഞാൻ ചെയ്തത്. ജന്നത്തുൽ ബഖീ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മദീന പള്ളിയുടെ ചാരത്തുള്ള ഈ ജന്നത്തുൽ ബഖീന്റെ ഖബർ വെട്ടിയാണ് ഞാൻ, കുഴിവെട്ടിയാണ് ഞാൻ യാ റസൂലല്ലാഹ്. ആര് മരിച്ചാൽ ഖബർ വെട്ടുന്ന വ്യക്തിയാണ്. ഇന്നലെ ഇതാ ഒരു പെണ്ണിനെ ഏതാ ഖബറടക്കി. ആ പെണ്ണിൻ്റെതാകുന്ന ഖബറടക്കം കഴിഞ്ഞ് പാതിരാത്രി സമയത്ത് നിശയുടെ ചെയ്തതയിൽ ലോകം മുഴുവൻ നിദ്രയിലേക്ക് പോയപ്പോ നിർനിദ്രനായി ഞാൻ ആ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നു. ആരുമില്ലാത്ത സമയം, ലോകം മുഴുവനും ഇരുട്ടിൽ കിടക്കുന്ന സമയം, ഇരുട്ട് പുതച്ചതാകുന്ന മദീനയുടെ തരിപ്പ് മാറ്റിക്കൊണ്ട് ഒരു ചെറിയൊരു മമ്മട്ടി എടുത്തുകൊണ്ട് ഞാൻ ഖബറിലേക്ക് ചെല്ലുകയാണ്. ഏതൊരു പെണ്ണിന്റെ ഖബറാണോ പകല് കുഴിച്ചത്, ഏതൊരു പെണ്ണിനെയാണോ ഖബറിട്ട് മൂടിയത്, ആ പെണ്ണിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഖബർ വെട്ടുക മാത്രമല്ല, ലോകം മുഴുവൻ ഉറങ്ങുമ്പോ പാതിരാത്രി സമയത്ത് ഖബർ തുറന്നിട്ട് ആ ഖബറിൽ കിടക്കുന്നതാകുന്ന വസ്ത്രം, അവരുടെ കഫം പുടവ, അത് അടിച്ചു കൊണ്ടുപോയി വിൽക്കലാണ്. അതിലൂടെ ജീവൻ നിലനിർത്തലാണ് എന്റെ പണി റസൂലല്ലാഹ്. ആരും അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്, രഹസ്യമായി രഹസ്യമായി ചെയ്യുന്നതാണ്. എന്നാൽ എല്ലാം അറിയുന്നവൻ അള്ളയുണ്ട് എന്നുള്ള വിചാരം എന്റെ മനോമഗതത്തിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. ഈ ദുനിയാവിന്റെ അന്ധകാരം എന്റെ ഹൃദയത്തെ വല്ലാതെ വലിച്ചു മുറുക്കിപ്പോയി. പാതിരാത്രി സമയത്തും എല്ലാവരും ഉറങ്ങുന്ന സമയം സാരി സ്ത്രീകളിൽ പെട്ടതാകുന്ന മുസ്ലിം സഹോദരി അടക്കം ചെയ്യപ്പെട്ടതാകുന്ന ജനാസയുടെ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നു. ആ ഖബർ ഞാൻ മണ്ണുകൊണ്ട് തുരക്കുകയാണ്, മൺവെട്ടി കൊണ്ട് തുരക്കുകയാണ്. ഖബർ ഞാൻ തുരന്നു. അവളുടേതാകുന്ന വസ്ത്രം ഞാൻ ഉരിച്ചെടുത്തു, അവളുടെ കഫം മുടവ ഞാൻ ഉരിഞ്ഞെടുത്തു റസൂലേ. തിരിഞ്ഞ് നടക്കുമ്പോ മുന്നിട്ട് മൂടാൻ പോകുമ്പോ അവളുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ, ചെറുചുറുക്കുള്ള യുവതിയായ പെണ്ണ്, അവളുടെ ശരീരത്തിന്റെ ആകാര തുടിപ്പുകൾ എന്റെ ഹൃദയത്തെ വല്ലാതെ ഇളക്കി കളഞ്ഞു. ഞാൻ അവളെ കടന്നു പിടിച്ചു, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ലോകം മുഴുവനും ഉറങ്ങുന്ന സമയം ഖബറിലേക്ക് ഇറങ്ങാൻ മടിക്കില്ലേ
നമ്മൾ. എന്നാൽ പാതിരാത്രി സമയം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഖബറ് തുറന്നിട്ട് ഖബറിലെ മണ്ണുകൾ മാറ്റി അതിലെ വസ്ത്രം മുഴുവൻ ഉരിച്ചെടുത്ത് മുസ്ലിം സഹോദരിയാകുന്ന അൻസാരി പെണ്ണിലേക്ക് ഞാൻ എന്റെ വൈകാരിക തലങ്ങളുമായി കടന്നു ചെന്നു. അവളുമായി ഇഴുകിച്ചേർന്നു റസൂലേ. ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നെ വൈകാരികത ശമിപ്പിച്ചിട്ട് ആ ഖബറിൽ മണ്ണിട്ട് മൂടാ തുനിയവേ ഞാനൊരു വല്ലാത്തൊരു ശരീരി ആ ഖബറിൽ നിന്ന് കേൾക്കുകയാണ്. എന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ, എന്റെ ജീവിതത്തിലേക്ക് തൗബയുടെ വാതിൽ തുറക്കപ്പെടാൻ, ആകാശത്തിന്റെ ദിവനായ പടച്ച റബ്ബിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വല്ലാത്തൊരു വിളിനാളം ആ ഖബറിൽ നിന്ന് ഞാൻ കേട്ടുപോയി റസൂലേ. അത് വല്ലാത്തൊരു ശരീരിയായിരുന്നു. എന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയ ഒരു വിളിയാണ്. ആ ഖബറിൽ നിന്ന് വിളിക്കുകയാണ്, അമ്മാ തഖശല്ലാ, നിനക്ക് പേടിയില്ലടാ, പേടിയില്ലടാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, സാമൂതം വീശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്തേ നീ മറന്നു പോയത്? തറക്കതനീ ഉരിയാനാ വവാഫഖതനീ ജുനുബൻ ഇൻദല്ലാഹ്. എന്റെ ശരീരത്തിന്റെ വസ്ത്രം അടിച്ചെടുത്തു, എന്നെ നഗ്നയാക്കി എന്ന് മാത്രമല്ല, നാളെ പടച്ച റബ്ബിൽ അല്ലാഹുവിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനകോടികളുടെ മധ്യത്തിൽ അല്ലാഹു വിചാരണ ചെയ്യുന്ന വേളയിൽ വവാഫഖതനീ ജുനുബൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ജനാപത്തുകാരിയായിട്ട് ഞാൻ കടന്നു വരേണ്ടതില്ലയോ? ഞാനൊരു വലിയ ശുദ്ധിയുള്ളവളായി അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു വരേണ്ടതില്ലയോ? ആ രീതിയിൽ എന്നെ ജനാപത്തുകാരനാക്കിയിട്ട് നീ പോകുകയാണോ എന്നുള്ള ഖബറിന്റെ അശരീരി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മണ്ണ് പെട്ടെന്ന് ഇട്ടുമൂടി. ഞാൻ ഓടി വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ കരച്ചിൽ ഉമർ കേട്ടുപോയി. ഉമർ അതുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും പറഞ്ഞപ്പോ റസൂൽ ആട്ടി ഓടിക്കുകയാണ്, വീടിന്റെ വാതിൽ കൊട്ടിയടക്കുകയാണ്. സ്വഹാബത്ത് ആശ്ചര്യപ്പെടുകയാണ്, നബിതങ്ങൾ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഹബീബായ നബിതങ്ങൾ ഓടിപ്പോയ ഈ സഹോദരങ്ങളെ, സഹോദരിമാരെ, 40 ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. 40 ദിവസങ്ങൾ പകലെന്നില്ല രാത്രിയെന്നില്ല, പകലും രാത്രിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബിലേക്ക് പാപമോചനത്തിന് അർത്ഥിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹല്ലദീം മിൻ കുല്ലി ദംബിൻ അലീം വഅതൂബു ഇലൈഹി. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയുകയാണ്. ഉന്നതനായ സമൂഹനായ അല്ലാഹ്, എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്, എന്നെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ് എന്ന പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്തുകൊണ്ട് 40 ദിനരാത്രങ്ങളെ നീക്കുകയാണ്. ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് എപ്പോഴും ഉള്ളത്. അല്ലാഹുമ്മ യാ ഇലാഹ മുഹമ്മദിൻ വ ഇബ്രാഹീമ വ ആദമ. മുഹമ്മദ് നബിയുടെ റബ്ബേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ റബ്ബേ, ആദം നബി അലൈഹിസ്സലാമിന്റെ അല്ലാഹ്, യാ റബ്ബ യാ ഇലാഹ ആദമ വ ഇബ്രാഹീമ വ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ആദമിന്റെയും റബ്ബേ അലൈഹിമുസ്സലാം, ഇൻ കുന്ത ഖദ് ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വ അസ്ഹാബഹു. നീ എന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട് എങ്കിൽ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികൾക്കും എന്റെ പാപമോചനമെന്ന് അറിയിക്കണേ. വയില്ല, ഈ പാപിയും ദോഷിയുമായ എന്റെ പാപം നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഫഅർസിൽ അലയ്യ നാറം മിനസ് സമാ, ഫഅർസിൽ അലയ്യ നാറം മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് ഒരു തീനാളം എന്നിലേക്ക് അയക്കണേ അല്ലാഹ്. ഫാഹിരിഖ്നീ, എന്നെ അങ്ങ് കരിച്ചു കളയണേ അല്ലാഹ്.
കാരണം നരകത്തിലേക്ക് ഇട്ടുകൊണ്ട് എന്നെ നീ ശിക്ഷിക്കരുത് അല്ലാ. 3000 വർഷം നിരന്തരമായി കത്തിച്ച നരകം, ആ നരകത്തിലെ തീജ്വാല കൊള്ളാൻ ഈ പാവപ്പെട്ടവന് സാധിക്കില്ല റബ്ബേ. അതുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പാപം നീ പുറത്തു തന്നാൽ മുഹമ്മദ് നബി അവനുയായികളെയും നീ അറിയിക്കണേ, എന്റെ പാപം നീ പുറത്തു തരുന്നില്ല എങ്കിൽ ഫാർസിൽ അലയ്യ നാറം മിനസ് സമാ, ആകാശത്ത് നിന്നൊരു തീനാളമിറക്കി എന്നെ അങ്ങ് കരിച്ചു കളയണേ അല്ലാ. എന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, 40 ദിവസം പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, അവസാനം എന്തുണ്ടായി? കാതൊന്നു കൊടുക്കണേ, കാതൊന്നു കൊടുക്കണേ. പാതിരാത്രി സമയത്ത് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കബർ തുറന്നിട്ട് കബറിൽ കിടക്കുന്ന അൻസാരി പെണ്ണിനോട് മോശമായ സമീപനത്തിൽ ഏർപ്പെട്ട മനുഷ്യന് ആകാശത്തിന്റെ ദിവനായ പടച്ചറബ് ജിബ്രീൽ എന്ന മാലാഖയെ അയച്ചുകൊണ്ട് മുത്തുനബിയോട് പറയുകയാണ്, അല്ലാഹ് മനുഷ്യന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു, ഇന്നല്ലാഹ കാന ഗഫൂവൻ റഹീമാ. മറ്റൊരായത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ കാന ഗഫൂവൻ ഗഫൂറാ. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്, അവന് കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് സഹോദരാ സഹോദരി, ഈ കുറഞ്ഞ കാലഘട്ട ജീവിതം, ഒന്നാം കാലഘട്ട ജീവിതത്തിൽ നിന്ന് നീ യാത്ര തിരിച്ചവനാണ്. അല്ലാഹുവേ നിന്നെ അനുസരിച്ചു കൊള്ളാം, നീയാണ് റബ്ബ്, നീയാണ് പരിപാലനൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ദുനിയാവിലേക്ക് അല്ലാഹ് നിന്നെ പറഞ്ഞു വിട്ടതാണ്. എന്തിനു വേണ്ടി? നീ നമസ്കരിക്കാൻ വേണ്ടി, നീ നോമ്പ് പിടിച്ച് ജീവിക്കാൻ വേണ്ടി, നീ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി. അത് നിന്റെ കച്ചവടത്തിന്റെ സക്കാത്ത്, നിന്റെ ശരീരത്തിന്റെ സക്കാത്ത്, നിന്റെ സമ്പത്തിന്റെ സക്കാത്ത്, എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുടുംബജീവിതം, അയൽപക്ക ജീവിതം, സാമൂഹ്യ ജീവിതം, സാമ്പത്തികമാകുന്ന മേഖല എല്ലാം നീ ഒന്ന് സംശുദ്ധമാക്കിക്കൊണ്ട് നിലകൊള്ളണേ. നിന്റെ അയൽപക്ക ബന്ധങ്ങൾ നീ ശാക്തീകരിച്ചുകൊണ്ട് നിലകൊള്ളണേ. കഴിയുമെങ്കിൽ നീ പരിശുദ്ധമായ ഹജ്ജും ഉംറയോ ഒന്ന് നിർവഹിക്കണേ. നീ പാപങ്ങളുടെ കണ്ണീരപ്പി യുദ്ധാലംബര കവലമമായി നിരാശർക്ക് ആശ്രയത്വം കൊടുത്ത് വിധവകൾക്ക് അത്താണിയായി വർത്തിച്ച് നാട്ടിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് സഹായസ്ഥം നൽകിക്കൊണ്ട് നല്ല രീതിയിൽ റാഹത്തായുള്ള ജീവിതം നയിക്കണേ. എന്നാൽ നിനക്ക് മൂന്നാം ഘട്ട ജീവിതമാകുന്ന ഖബർ നിനക്ക് സന്തോഷമാണ്, സന്തോഷമാണ്. അവിടെ നിന്ന് പോകേണ്ടത് നാലാം ഘട്ട ജീവിതമാകുന്ന മഹ്ശറയാണ്. സുബ്ഹാനല്ലാഹ്. സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ നടത്തുന്ന മഹ്ശറ, ആ നാലാം ഘട്ടത്തിൽ നിനക്ക് എത്തേണ്ടത് അഞ്ചാം ഘട്ടമാണ്, സ്വർഗമാണ്. അഞ്ചാം ഘട്ടം ദുനിയാവിൽ നന്മ ചെയ്തവന് സ്വർഗം, അതല്ല ദുനിയാവിൽ കളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചവൻ, അടിച്ചു പൊളിച്ചുകൊണ്ട് നടന്നവൻ, സമ്പത്തിന്റെ ഉത്തുംഗതയിൽ സമൂഹങ്ങളെ പ്രതിബദ്ധകളെ ശ്രദ്ധിക്കാതെ, സമൂഹത്തിലുള്ള പട്ടിണി പാവങ്ങളുടെ കണ്ണീരപ്പാതെ ഈ ദുനിയാവിൽ രസിച്ചുകൊണ്ട് നടന്നു നീങ്ങിയവരെ അന്നാർ, നരകമാണ് നിനക്ക് നൽകപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. നല്ല രീതിയിൽ ജീവിക്കാൻ പറഞ്ഞയച്ച നിന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നീ തെറ്റുകൾ ചെയ്തു പോയി. മനുഷ്യ സഹജനമാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദം സന്തതികൾ മുഴുവനും തെറ്റുകാരാണ് എന്ന അർത്ഥത്തിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ തെറ്റുകൾ ചെയ്തു പോയി. സിനിമ കണ്ടവരുണ്ടാകും, സീരിയൽ ദർശിച്ചവരുണ്ടാകും, സിനിമാ നടീ നടന്മാരെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നവരുണ്ടാകും, തിയേറ്ററിൽ പോയി പടങ്ങൾ കണ്ടവരുണ്ടാകും, ഈ സിനിമ ഇശാമകരിമ്പിനിടയിൽ സീരിയൽ ലോകത്ത് നടന്ന് നീങ്ങിയവരുണ്ടാകും, ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയ ചെറുപ്പക്കാരുണ്ടാകും, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരുണ്ടാകും, WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് നീങ്ങി നിന്നവരുണ്ടാകും. എല്ലാ പടച്ചറബ് പുറത്തു തരുമെന്നുള്ള ഉത്തമ വിശ്വാസം നിന്റെ ഹൃദയത്തിലുണ്ടാവണേ. ഇനി നീ ഒന്ന് തൗബ ചെയ്തുകൊണ്ട് നന്നായി ഒന്ന് ജീവിക്കണേ. കൊറോണയടക്കമുള്ള വൈറസ് ബാധകൾ നാട്ടിൽ നിന്ന് മുക്തമാകണം. എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകണം. പൗരത്വ ഭേദഗതി ബില്ല് നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കണം. രാജ്യത്ത് സമാധാനം ഉണ്ടാവണം. അതിന് മുസ്ലിമേ നീ മുസ്ലിമായി ഒന്ന്
ഒന്ന് ജീവിക്കണേ. വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ വ്യസനിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. വഅൻതുമുൽ അഊലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് സമുന്നതർ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായാൽ, നിങ്ങൾ തഖ്വ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, 5 വഖ്ത് നമസ്കാരം പുരുഷന്മാർ ജുമാ ജമാഅത്തുകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഒന്ന് ആദ്യ വഖത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ, സ്ത്രീകൾ വീടിന്റെ അകത്തളങ്ങൾ ആദ്യ വഖത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ, മാതാപിതാക്കളെ ഒന്ന് ബഹുമാനിച്ചാൽ, കുടുംബ ബന്ധങ്ങളൊന്ന് ശാക്തീകരിച്ചാൽ, അയൽപക്ക ബന്ധങ്ങളൊന്ന് സ്നേഹബന്ധങ്ങളൊന്ന് കൂട്ടിയിണക്കിയാൽ, സാഹോദര്യ ബന്ധങ്ങൾ ഒന്നുകൂടി ഒന്ന് കൂട്ടിയിണക്കിയാൽ, പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ഒന്ന് കൂടുതൽ നയിക്കപ്പെടാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ, നിങ്ങൾ തകർക്കാൻ ഒരാൾക്കും പറ്റൂല. നിന്റെ പാപം മുഴുവന് പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്.